ഭിന്നശേഷിക്കാർ പൊന്നാനി നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തങ്ങളുടെ ആവശ്യങ്ങളോട് നഗരസഭ മുഖം തിരിഞ്ഞു നിൽക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. ഹാർബർ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു. ചലനവൈകല്യമുള്ള ഭിന്നശേഷിക്കാരോട് പൊന്നാനി മുനിസിപ്പാലിറ്റി അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെ AKWRF പൊന്നാനി താലൂക്ക് കമ്മിറ്റി പൊന്നാനി നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. 2017 ശേഷം പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ചലനവൈകല്യമുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടി യാതൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. മുച്ചക്ര സ്കൂട്ടറിനും ഇലക്ട്രിക് വീൽചെയറിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കും വേണ്ടിയുള്ള നിരവധി വർഷങ്ങളായുള്ള AKWRFന്റെ നിവേദനങ്ങൾക്ക് ഫലം കാണാത്തതിനാലാണ് നഗരസഭയിലേക്ക് മുച്ചക്ര സ്കൂട്ടറുകളിലും വീൽ ചെയറുകളിലുമായി പ്രതിഷേധ മാർച്ച് നടത്തിയത്. പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ ഈ കഴിവുകെട്ട പ്രവർത്തനങ്ങൾക്കെതിരെ ഈ നഗരസഭയ്ക്ക് കീഴിലുള്ള ആളുകൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാനും അവർക്ക് ജോലി ചെയ്യാനും പോകേണ്ട മുച്ചക്ര വാഹനം വർഷങ്ങളായിട്ട് ഫണ്ടില്ല എന്നതിന്റെ പേരിൽ ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വീൽ ചെയറുകൾ ഫണ്ടില്ല എന്നതിന്റെ പേരിൽ ഇവിടെ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ നഗരസഭയ്ക്ക് പരിധിയിലുള്ള തൊഴിലവസരങ്ങളിൽ നിന്ന് ഇത്തരം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് തീർത്തും ഈ ഭരണകൂടം ഭിന്നശേഷിക്കാരോട് അവഗണന കാണിക്കുകയാണ്. പൊന്നാനി ഹാർബർ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിന് AKWRF ജില്ലാ സെക്രട്ടറി അബ്ദുൽ മജീദ് ചങ്ങരംകുളം, അബൂബക്കർ, ജാഫർ, ബാദുഷ, മൻസൂർ, ഇർഷാദ്, റംസീന, സീനത്ത്, റബീഹ്, സൽമ, ബുഷ്ര, സന്തോഷ് കക്കിടിപ്പുറം എന്നിവർ നേതൃത്വം നൽകി. AKWRF മുൻ സംസ്ഥാന പ്രസിഡന്റ് ബദറുസ്സമാൻ മുർക്കനാട് മുഖ്യപ്രഭാഷണം നടത്തി. അഷറഫ് പൂച്ചാമം, മുഹമ്മദ് അലി വെളിയങ്കോട് എന്നിവർ നിയന്ത്രിച്ചു. നഗരസഭാ സെക്രട്ടറിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംഘടനയുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി. NCV ന്യൂസ് പൊന്നാനി. ഓണത്തെ വരവേറ്റ് എടപ്പാൾ ബ്യൂട്ടി സിൽക്സ്. ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. ബ്യൂട്ടി സിൽക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.